ഇനി എന്ത് വേണമെന്നറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ പോയിന്റ് ക്ഷമ എന്നുള്ള കാര്യം നിർബന്ധമാണ്. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഈ പറയുന്ന റിട്ടേൺസ് കിട്ടും, എൻ്റെ ഫണ്ട് ഗ്രോത്ത് ഇല്ലല്ലോ, എൻ്റെ ഫണ്ട് നെഗറ്റീവ് ആണല്ലോ എന്നൊക്കെ കരുതിയിരിക്കുന്നവരുണ്ടാവും. നിങ്ങളുടെ ഫണ്ട് ഗ്രോ ആവും, പക്ഷെ അതിന് സമയമെടുക്കും. 5ാമത്തെ പോയിന്റ് ഇതാ പിടിച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു പക്ഷെ ആരുടെയും സഹായമില്ലാതെ എന്നെയും കൊണ്ട് പറ്റും, ഞാൻ ഒറ്റയ്ക്ക് ചെയ്തോളാം, എനിക്ക് കുറച്ച് പ്രോഫിറ്റിന് ലാഭം കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ആരുടെയും അഡ്വൈസ് സ്വീകരിക്കാതെ ഒറ്റയ്ക്കാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം കഴിവ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. ചെയ്യുന്നതെങ്കിൽ ദയവ് ചെയ്ത് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും നിങ്ങളുടെ ഗോളും അനുസരിച്ചിട്ട് ഒരു ഗോൾ ബേസ്ഡ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് പറയുന്ന പോലെ ഏറ്റവും മികച്ച കുറേ ഫണ്ടുകളുടെ ലിസ്റ്റ് അവിടെ കാണും, ഏറ്റവും മികച്ച റിട്ടേൺസും കാണും. ഇത് കണ്ടിട്ട് ദയവ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാൻ നിൽക്കരുത്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത ആർക്കും തന്നെയും ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഡേറ്റ കാണിക്കുന്നത്. മാർക്കറ്റ് ഒന്ന് വോൾട്ടൈൽ ആകുമ്പോൾ ഏകദേശം 50% ആൾക്കാർ SIP സ്റ്റോപ്പ് ചെയ്യുന്നു. ഇതിൽ 50% തന്നെ ഏറ്റവും കൂടുതൽ ശതമാനം ആളുകളും സ്വന്തമായി ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുകളാണ്. അവർക്ക് ഒരു ഡൗട്ട് ചോദിക്കാനോ ഒരു ഗൈഡൻസിനോ ഒരാളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ദയവ് ചെയ്ത് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ആരംഭിക്കാൻ പാടുള്ളൂ. താങ്ക് യു.